പ്രിയമുള്ളവരെ നമസ്കാരം. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ലക്ഷ്മി ആതിരയെടുത്ത് നൂറെടുത്ത് സംസാരിച്ചിട്ടുള്ള എന്റെ വീട്ടിലേക്ക് ഞാൻ ഇവരെ കയറ്റില്ല എന്ന് പറഞ്ഞൊരു വാചകവും, തുടർന്ന് ലാലേട്ടൻ ഞാനിവരെ എന്റെ വീട്ടിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞതും, കേരളം വലിയ രീതിയിൽ ആതിരയും നൂറയും ചേർത്ത് പിടിച്ച് സംസാരിച്ചതുമൊക്കെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളൊന്നായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ രീതിയിൽ നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പാലുകാച്ച് അല്ലെങ്കിൽ ഗൃഹപ്രവേശന ചടങ്ങിന്റെ ആഘോഷവേദിയിലേക്ക് ആദിലേക്കും നൂറയ്ക്കും ക്ഷണം ലഭിക്കുകയാണ്. അവിടെ ഫൈസൽ മലബാർ എന്ന് പറയുന്ന വ്യവസായി അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പം സമൂഹത്തോട് കാണിച്ചു എന്ന് തന്നെയാണ് പലരും കരുതിയത്. സ്വാഭാവികമായും ആദിലേക്കും നൂറയ്ക്കും ക്ഷണം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയാണ്. ആ കുറിപ്പിൽ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗത്തിന്റെ ചടങ്ങിലേക്കുള്ള വരവ് അത് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ എന്നാണ് ഉദ്ദേശിച്ചത്, അത് അദ്ദേഹത്തിന്റെ മതപരമായ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ എന്നതിനെ മാറ്റിവെച്ച് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ ഈ രണ്ട് വാചകങ്ങൾക്കും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഞാൻ നേരിട്ട് അറിയിക്കുകയാണ്. ഫൈസലിക്ക, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. മറ്റാരോടും വിരോധം തോന്നാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, കയ്യിലുള്ള പൈസ ചെറിയ രീതിയിലെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന, അതോടൊപ്പം തന്നെ അത്യാവശ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 4 പേര് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന, പണ്ട് നമ്മൾ തമാശ രൂപേണ പറഞ്ഞാൽ ഒരു പ്രാഞ്ചിയേട്ടൻ്റെയൊക്കെ മനസ്സ് എന്ന് പറയും. പക്ഷെ അത് നല്ലതാണ്. നിങ്ങളുടെ ആ പ്രാഞ്ചിയേട്ടൻ മനസ്സാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്താൻ കാരണമായി മാറുന്നത്. അപ്പം ആ വ്യക്തിപരമായിട്ട് നിങ്ങളെ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഫൈസലിക്ക ഈ ഒരു വിഷയത്തിൽ മാത്രം പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യണം. കാരണം അതിലൊന്നെന്ന് പറയുന്നത് ഫൈസലിക്കയുടെ അറിവോടുകൂടി അല്ല അവർ വന്നു എന്നുള്ളത്. 2, സമൂഹത്തിന്റെ മുന്നിൽ ഇവർ എങ്ങനെയാണ് തെറ്റുകാരാകുന്നത്. അങ്ങേക്ക് തീർച്ചയായിട്ടും പറയാം, മതപരമായ ചട്ടക്കൂടുകളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മതത്തിന്റെ ചട്ടക്കൂടുകൾക്കും വലിയ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ കൂടി പ്രതിനിധിയായ അങ്ങേക്ക് തീർച്ചയായിട്ടും ആ സമൂഹത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന, ആ സമൂഹത്തെ പുറത്തുനിന്ന് ജീവിക്കുന്ന ആൾക്കാരോട് യോജിക്കാം. അതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് എഴുതിയത് പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. പൊതുസമൂഹത്തിൽ അത്തരം ഒരു കാഴ്ചപ്പാടില്ല. 2 പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്ത് നിയമപരമായി തെറ്റല്ലാത്തടത്തോളം കാലം അവർക്ക് 2 പേർക്കും ജീവിക്കാം. ഞാനിവിടെ ഇത്തരം ജീവിത രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. ഇവരുടെ ജീവിത രീതികളോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പുമില്ല, അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരോട് എനിക്ക് തീരെ യോജിപ്പുമില്ല. പക്ഷേ അതിന്റെ അർത്ഥം ജനാധിപത്യപരമായി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കലല്ല. എന്റെ ആശയം മറ്റൊരാളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ആശയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ നോർമലൈസ് ചെയ്യപ്പെടുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ച് പുതുതലമുറ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ചെയ്തികളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാട് പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. ആ കാഴ്ചപ്പാട് ഞാൻ പിന്തുടരുന്ന സമയത്തും മാനസികമായോ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് ഹോർമോണൽ ചേഞ്ചുകൾ കൊണ്ടോ ഒരു പുരുഷനുമായിട്ട് ഒരു സ്ത്രീക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും ആ മാനസികാവസ്ഥയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിൽ മറ്റു പെൺകുട്ടികൾ എല്ലാവരും പോയിട്ട് പെൺകുട്ടികൾക്കൊപ്പം ജീവിക്കും എന്ന കാഴ്ചപ്പാടിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ സമൂഹത്തിൽ സംശയങ്ങൾക്ക് കാരണമായി മാറാം. 2 പെൺകുട്ടികളോ 2 ആൺകുട്ടികളോ പണ്ട് ഒരുമിച്ച് താമസിച്ചാൽ പൊതുസമൂഹം അതിനെ നോർമലായിട്ട് കണ്ടിരുന്ന സ്ഥാനത്ത് 2 ആൺകുട്ടികൾ ഒരുമിച്ച് താമസിച്ചാലും 2 പെൺകുട്ടികൾ ഒരുമിച്ച് താമസിച്ചാലും ഇത് മറ്റേ പരിപാടിക്കല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തോന്നൽ സമൂഹത്തിലേക്ക് വലിയ രീതിയിൽ ഉണ്ടാവാൻ ഇത്തരം ആൾക്കാരുടെ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പൊ ഇത് ആശയം പറഞ്ഞു പോകുമ്പോൾ ആശയത്തെ കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് കൃത്യമായി പറയണമല്ലോ. അല്ലെങ്കിൽ ഒന്നാമതേ പറയുന്ന കാര്യങ്ങളെ അടർത്തിയെടുത്ത് അത് പിരിപ്പിച്ചു വിടുന്ന കുറെ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാലത്ത് കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ആതിരയുടെയും നൂറയുടെയും അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് പൂർണ്ണമായും വിയോജിച്ചുകൊണ്ട് ആ 2 വ്യക്തികളെ ക്ഷണിച്ച് വരുത്തിയതിനു ശേഷം ആ 2 പേരെയും അപമാനിച്ചു വിട്ട രീതിയോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ആ വ്യക്തിപരമായിട്ട് ഫൈസലിക്ക അതിന് കൃത്യമായ ഒരു മറുപടി നൽകണം. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? താങ്കളുടെ മാനേജേഴ്സ് വിളിച്ചിട്ടാണ് അവർ വന്നത് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ താങ്കളുടെ മാനേജേഴ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് താങ്കൾ പറഞ്ഞു വിടണം. നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ സമൂഹത്തോട് കാണിച്ച ഒരു വലിയ തെറ്റിന്റെ ഭാഗമായിട്ട് താങ്കളുടെ അറിവില്ലാതെ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ മാനേജേഴ്സിനെ താങ്കൾ പറഞ്ഞു വിട്ടുകൊണ്ട് ഈ തെറ്റിനെ താങ്കൾക്ക് ന്യായീകരിക്കാം. അതല്ലാത്ത പക്ഷം താങ്കളുടെ കൂടി അറിവോട് കൂടിയിട്ടാണ് ഇവരവിടെ വന്നതെങ്കിൽ ഒരിക്കലും അവരെ തള്ളി പറയുന്ന രീതി ശരിയായിരുന്നില്ല. താങ്കളുടെ സമൂഹത്തോട് താങ്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്ത് താങ്കൾ പിന്തുടരുന്ന ഐഡിയോളജി വിശ്വസിച്ച് ഇന്നലകളിൽ ജീവിച്ചു വന്നിട്ടുള്ള മുസ്ലിം സമൂഹത്തോട് താങ്കൾക്ക് പറയാം, അവർ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ രീതിയിൽ മലബാർ ഗോൾഡിന്റെ തന്നെ ഒരു കാലത്തെ അഭിമാനമായിരുന്നു ലാലേട്ടൻ. ആ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ള 2 സെലിബ്രിറ്റികളെ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാഗം പറയാം. അപ്പൊ അവിടെ ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ആദിലയുടെയും നൂറയുടെയും ഒപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ 2 പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള വിഷമത്തിൽ അവരുടെ ഒപ്പം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ ഈ വേദനയിൽ പങ്കാളിയാവുകയാണ്. വ്യക്തിപരമായിട്ട് ഫൈസൽ മലബാറുമായി അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. വ്യക്തിപരമായിട്ട് എന്നെ നേരിട്ട് അദ്ദേഹം ഈ ഒരു ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം ഞാൻ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പരിപാടിയിൽ നടന്ന ചില വിവേചനങ്ങൾ തന്നെയാണ് ഞാനും ഈ ഒരു ചടങ്ങിലേക്ക് പോകുന്നതിൽ നിന്ന് എന്നെ വിലക്കിയത്. ഇനി രണ്ടാമത്തെ കാര്യം, ഫൈസൽ മലബാർ ഇങ്ങനെ ഈ കാണിക്കുന്ന രീതികൾ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തിന്റെ പ്രാഞ്ചിയേട്ടന്റെ സ്വഭാവത്തെ ആക്ഷേപിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ ഒരൊറ്റ കാരണത്താൽ അദ്ദേഹത്തെ കടന്നാക്രമിച്ചുകൊണ്ടും വേണമെങ്കിൽ ഒരു വിഭാഗം പേർ ചേർന്ന്
അദ്ദേഹത്തെ സ്വർണ്ണക്കടത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഒക്കെ വക്താവായിട്ട് ചിത്രീകരിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല. വ്യക്തിപരമായിട്ട് ഫൈസൽ മലബാർ അത്തരത്തിലൊരു മനുഷ്യനല്ല എന്ന് കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് എനിക്കറിയാം. അത് മാത്രമല്ല, തന്റെ കയ്യിലുള്ള പണം ഈ നാട്ടിലാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്. 100 കോടി രൂപ വരുന്ന ഒരു വീട് അദ്ദേഹം ഈ നാട്ടിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 100 കോടി രൂപയുടെ ഓരോ കോടിയും എത്തിച്ചേർന്നേക്കുന്നത് ഈ നാട്ടിലെ സാധാരണ കൺസ്ട്രക്ഷൻ തൊഴിലാളികളുടെ കയ്യിലും സാധാരണ വീടിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ജീവിതമാർഗം നയിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കൈകളിലേക്കും തന്നെയാണ് കൂടുതൽ തുകയും എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ സാധന സാമഗ്രികൾ വിൽക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഇങ്ങനെ ഒരു പാലുകാഴ്ച നടത്തുമ്പോൾ, ഇത്രയും വലിയൊരു ആഡംബരമായ പാലുകാഴ്ച നടത്തുന്ന സമയത്ത് അതിനുവേണ്ടി ചെലവഴിക്കുന്ന കോടികൾ അവിടെ ഒരു പന്തലിട്ടവന് കിട്ടിയിട്ടുണ്ട്, അവിടെ ഒരു മൈക്ക് സെറ്റ് വെച്ചവന് കിട്ടിയിട്ടുണ്ട്, അവിടെ അലങ്കരിച്ച ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ അലങ്കരിച്ച ഓരോ വ്യക്തികൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്റെ കയ്യിലുള്ള 100 കോടിയോ 150 കോടിയോ രൂപ കേരളത്തിലേക്ക് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ ഈ ആഡംബരവും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രാഞ്ചിയേട്ടൻ മനസ്സും. ഈ ഒരു പ്രാഞ്ചിയേട്ടൻ മനസ്സ് ഒരുപാട് പേർക്കുള്ളത് കൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ ഗുണകരമാം വിധം ഇവിടെ ജോലികൾ സംഭവിക്കുന്നത്. മൈജി ഷാജിക്കായുടെ ഒരു വലിയ വീട് ഇതിനു മുമ്പ് കാലിക്കട്ട് തന്നെ പണിഞ്ഞു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ 100 കോടി കൊണ്ട് സ്വിറ്റ്സർലൻഡിലോ പാരീസിലോ ലോകത്തിന്റെ ഏതൊരു കോണിൽ പോയി വ്യക്തിപരമായിട്ട് ആഘോഷിച്ച് ആർമാദിച്ച് ആർഭാടങ്ങളെല്ലാം തന്നെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ട് തിരിച്ചു വരാം. പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അതോടൊപ്പം തന്നെ വീടിന് വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, എന്തിനേറെ പറയുന്ന ഒരു വാഹനം മേടിക്കുന്ന സമയത്തായിക്കോട്ടെ, ഇതൊക്കെ തന്നെ സാധാരണക്കാരനിലേക്ക് പണം എത്താനുള്ള മാർഗ്ഗങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പണം ഉണ്ടായിപ്പോയി എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പൈസ ഉള്ള ഒരുത്തനെ ആക്ഷേപിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇപ്പോൾ ഈ അടുത്ത തന്നെ നമ്മുടെ കോൺഫിഡന്റ് റോയ് സാർ അദ്ദേഹം അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തു. വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിനും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു. നോക്കൂ, എനിക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഒരു സ്നേഹവും ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ബിഗ് ബോസ് സീസൺ 5 വിന്നറായ എനിക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് ആയിരുന്നു 50 ലക്ഷം രൂപ തന്നത്. അന്ന് 50 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയിട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്നെ ക്ഷണിച്ച സമയത്ത് അവരുടെ ഒരു പരസ്യവാചകം കൂടി ഞാൻ ആ പ്രോഗ്രാമിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ, അത് പറയണമെന്ന് പറയുകയല്ലുണ്ടായിരുന്നു. എനിക്കൊരു മെസ്സേജ് അയച്ചു, അഖിൽ നാളെ വരുമ്പോൾ ഇത് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാർക്കറ്റിംഗ് ടീം എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എന്ത് സംസാരിക്കണമെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് അല്ല തീരുമാനിക്കുന്നത് എന്ന് അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്റെ സംസാര രീതി അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് അവർ ആ പ്രോഗ്രാം തന്നെ ഒഴിവാക്കിയിട്ട് കേവലം അവരുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് എനിക്ക് പൈസ തരികയും ചെയ്തതാണ്. ആ ഒരു ദേഷ്യം അവർ കോൺഫിഡന്റ് റോയ് സാറിനെ അറിയിച്ചു. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്ന് അറിയിച്ചു. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടൊന്നുമില്ല. പണമുണ്ട് എന്ന് കരുതിയിട്ട് വേറെ ഒരാളോടും അല്ലെങ്കിൽ അധികാരമുണ്ടെന്ന് കരുതിയിട്ട് മറ്റൊരുത്തനോടും ഈ ജന്മി കുടിയാൻ മനോഭാവം കാണിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ എന്നോട് അവർ അഖിൽ ഈ ഒരു പരിപാടിയിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ പുതിയൊരു പ്രോജക്റ്റാണ്, അഖിലിനെ ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. റിക്വസ്റ്റ് അല്ല, നോർമലി നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ അതേസമയം അഖിൽ നാളെ വരുമ്പോൾ ഇത് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിന്റെ പക്ക പാടുകൂടി പോടാ എന്ന് തന്നെ പറയേണ്ട സാഹചര്യം വരും. കാരണം അവരുടെ അടിമയല്ല ഞാൻ കഷ്ടപ്പെട്ട് ഒരു മത്സരത്തിൽ വിജയിച്ചത്. ആ ഷോയ്ക്ക് അവർ സമ്മാനം നൽകാൻ തീരുമാനിച്ചെങ്കിൽ അവർ ആ ഷോയുടെ വിജയിക്ക് സമ്മാനം കൊടുക്കുക. അഖിൽമാരല്ലെന്നുണ്ടെങ്കിൽ ആരായാലും അവരെ സമ്മാനം കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ എടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വിഷമത്തിൽ ജിൻഡോയ്ക്ക് അദ്ദേഹം വീട്ടിൽ വിളിച്ച് വലിയ സ്വീകരണം കൊടുത്തു. എന്താ കാര്യം, സീസൺ 5 വിജയിയായ ഞാൻ അവരെ ആക്ഷേപിച്ചു. എന്നെ സംബന്ധിച്ച് പണമുണ്ട് പണമില്ല എന്നുള്ളതല്ല, ഞാൻ മൂല്യമാണ് നോക്കുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ മൂല്യത്തെയാണ് ഞാൻ ഏറ്റവും പ്രാധാന്യത്തോട് കാണുന്നത്. അധികാരത്തിലിരുന്നാലും പണമുള്ളവനായാലും ഈ മൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിന് അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുള്ളൂ. അതുപോലെ തന്നെയാണ് സമാനമായ രീതിയിൽ ഫൈസൽ മലബാർ ദുബായിൽ ഒരു പ്രോഗ്രാം തന്നെ വിളിക്കും. എനിക്കെന്ന് പറഞ്ഞ പൈസ തരാതെ കുറച്ച് പൈസ എന്റെ പോക്കറ്റിൽ കൊണ്ടുവച്ച സമയത്ത് ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ വെച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് വളരെ മോശമായ രീതിയിൽ അന്നും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാനിത് പറയുന്നത് അദ്ദേഹത്തെ പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്. ആ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം ഞാൻ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ആക്ഷേപിക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ ആക്ഷേപിക്കാവൂ, എതിർക്കേണ്ട വിഷയങ്ങൾക്ക് മാത്രമേ എതിർക്കാവൂ. അതായത് ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ കൺമുന്നിലേക്ക് വന്നു എന്ന് കരുതി അയാളെ സമൂഹത്തിൽ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന രീതിയോട് എനിക്ക് ഒരു രീതിയിൽ യോജിപ്പില്ല. ഫൈസൽ മലബാർ ആദിലയുടെ നൂറയുടെ വിഷയത്തിൽ കാണിച്ചത് 100% യോജിക്കാൻ കഴിയുന്നതല്ല. മറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെയോ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളെയോ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ജീവിക്കുന്നത് മതപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം നിർബന്ധിതനാക്കപ്പെടുകയാണ്. മാനസികമായിട്ട് ഒരു പക്ഷേ അതിലൂടെ അംഗീകരിച്ചാലും അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യവും അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത വ്യക്തിബന്ധങ്ങളും ഒക്കെ ഈ ഒരു തീരുമാനത്തിൽ അദ്ദേഹത്തിന് ഉലയാൻ കാരണമാകും എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരായുകയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഫൈസൽ മലബാർ എന്ന് പറയുന്ന മനുഷ്യൻ ആദിലയുടെ നൂറയുടെ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി കൂടി പൊതുസമൂഹത്തോട് പറയുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പണമുള്ളവരെ ആക്ഷേപിക്കുന്ന രീതി ശരിയല്ല. പണമുള്ളവർ ഇവിടെ ആഘോഷിക്കട്ടെ, പണമുള്ളവരോട് ആഡംബരം കാണിക്കട്ടെ. പണമുള്ളവന്റെ ആഡംബരവും ആഘോഷവും ഒക്കെ തന്നെയാണ് സാധാരണക്കാരന്റെ നിലനിൽപ്പെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത് ഒരു പണമുള്ളൊരുത്തൻ ഒരു വലിയ വീട് വയ്ക്കുമ്പോൾ അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. കാര്യം നിങ്ങളുടെ നാട്ടിൽ അത്രയും പേർക്കും അതിലൂടെ ഒരു തൊഴിൽ കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരെ പരിഹസിക്കുന്നതിന് അർത്ഥമില്ല. അവരുടെ പൈസ എടുത്ത് വിദേശ രാജ്യത്ത് കൊണ്ടുപോയി അവന് വേണ്ടി ആഘോഷിച്ച് തീർത്താൽ നമുക്കൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നതിന് തെറ്റല്ല, പൈസ ഉണ്ടാക്കിയിട്ട് ആ വ്യക്തിപരമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതും ഒരു തെറ്റല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ആദില, നൂറ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ ഞാൻ എല്ലാ വിഷയത്തിലും നിങ്ങൾ അനുകൂലിക്കണം, സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ അവിടെ പോയതിനു ശേഷം അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ആര് ചെയ്താലും അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പമുണ്ട് ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ബിഗ് ബോസ് മലയാളം സീസൺ 7 വളരെ നെഗറ്റീവ് ഇമേജുമായിട്ട് കയറുകയും അതുപോലെ തന്നെ ആളുകളുടെ സ്നേഹവും പിന്തുണയും ഒക്കെ നേടി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തവരാണ് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലയും നൂറയും. ബിഗ് ബോസ് കഴിഞ്ഞതോടെ ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മലബാർ ഗോൾഡ് ഡയറക്ടറായ ഫൈസലേക്ക് മലബാറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലും ആദിലയും നൂറയും എത്തിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ അതിനുശേഷം ഇരുവരെയും അപമാനിച്ചുകൊണ്ട്
ഫൈസലേക്ക് രംഗത്ത് വന്നത് വലിയ രീതിയിൽ വിവാദമാവുകയാണ്. ആദിലയും നൂറയും പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല എന്നും സമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ സ്വീകരിച്ചതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് ഫൈസലേക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത്. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം തന്നെ ആ ഒരു പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്ത്. കാരണം ഫൈസലേക്കെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. വിളിക്കാതെയല്ല ആദിലയും നൂറയും അവിടെ പോയതെന്നും ക്ഷണിച്ചു വരുത്തിയതിനു ശേഷം ഇത്തരത്തിൽ അപമാനിക്കുന്നത് വളരെ മോശമാണെന്നും അവരോട് വിയോജിപ്പുണ്ടെങ്കിൽ ക്ഷണിക്കാതിരിക്കാമായിരുന്നു എന്നുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. എന്തായാലും ഈ ഒരു പോസ്റ്റിന് പിന്നാലെ റസ്മിനും ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. റസ്മിന്റെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റസ്മിൻ. ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു. വേറെ ഒന്നല്ല, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. ഞാൻ, എന്റെ സീസണിലുണ്ടായിരുന്ന നോറ, അതുപോലെ ഈ സീസൺ 7 ആദില നൂറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡ് ഡയമണ്ട്സിന്റെ ഫൈസൽ കാർഡ് ഹൗസ് വാമിങ്ങിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു, ഇൻവിറ്റേഷനൊക്കെ അയച്ചു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പക്ഷേ ഇന്ന് രാവിലെ കണ്ട ഒരു പോസ്റ്റ്, ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽ കാർഡ് FB പോസ്റ്റ് ആയിരുന്നു. വേറെ ഒന്നല്ല, വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയില്ലേ, എന്നെ അല്ല, എന്റെ ഫ്രണ്ട്സിനെയാണ്. അപ്പോൾ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾ ഒരിക്കലും ഫൈസൽ കാർഡ് അടുത്തുനിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽ കാർ. പക്ഷേ ഫൈസൽ കാർഡ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി. ഫൈസൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്. നിങ്ങളാണ് അവർ ഇൻവൈറ്റ് ചെയ്തത്. എന്നിലൂടെ, അതായത് എന്റെ അടുത്ത് നിന്നാണ് കോൺടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ്, അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു, പിന്നെ അവരെന്താ ചെയ്യേണ്ടത്? വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണം, മരിക്കണം. വീട്ടുകാർ കൊല്ലുന്നു പറഞ്ഞു. സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നത് അനുസരിച്ച് താല്പര്യമില്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് രണ്ടുപേരുടെയും ജീവിതം തൊലച്ച് നടക്കണം. എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട്. ഫൈസൽ കാർഡ് അടുത്ത് നിന്നും ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോ ഇനി എനിക്ക് നിങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ ഒരാളും അല്ല. പക്ഷെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്ര പറയാനുള്ളൂ. ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആദില നൂറിന്റെ കൂടെ ഐ സ്റ്റാൻഡ് വിത്ത് ആദില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി ഇട്ട സമയത്ത് കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന്. സോ ഐ എക്സ്പ്ലെയിൻ. സംഭവം എന്താ വെച്ചാൽ ഇന്നലെ മെനിയാന്നു ആദില നൂറ മലബാർ ഗോൾഡ് ഡയമണ്ട്സിന്റെ ഓണറെ ഒരു ഹൗസ് വാമിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയത്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് മോർണിംഗ് എങ്ങാനും ആളൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഞാൻ ക്ഷണിച്ചിട്ടല്ല അവർ വന്നതിന് ഞാൻ ഖേദിക്കുന്നു. എന്താ പറയാ, മാതാപിതാക്കളൊക്കെ ധിക്കരിക്കുന്ന സ്വഭാവമുള്ള ഇവരെ വിളിച്ചു വരുത്തിയതിൽ എനിക്ക് ഖേദമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ വാസ് ലൈക്ക് പക്ക മറ്റേ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ്. ഇവർക്ക് ഇഷ്ടമില്ലെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ട് 2 പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ്, അതിനുശേഷം അത് അവർ ഡിലീറ്റും ചെയ്ത്. ഇറ്റ് ഈസ് വെരി ബാഡ്. ഗൃഹപ്രവേശനത്തിന് ക്ഷണിച്ചു വരുത്തിയതിനു ശേഷം അപമാനിച്ചത് ന്യായീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത്. ആദിലയ്ക്ക് നൂറയ്ക്ക് പിന്തുണയുമായിട്ട് നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത്. ബിഗ് ബോസ് ഷോയിൽ ആദിലയുടെയും നൂറയുടെയും അടുത്ത സുഹൃത്തും ഷോയിലെ വിജയിയുമായിട്ടുള്ള നടി അനുമോളും ഇരുവരെയും പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് ഇൻ സോളിഡാരിറ്റി എന്ന കുറിപ്പോടുകൂടി 2 പൂമ്പാറ്റകളുടെ ചിത്രം അനുമോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദിലയും നൂറയും പൂമ്പാറ്റകൾ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുമാത്രവുമല്ല, ഹാഷ്ടാഗ് പട്ട എന്ന് തങ്ങളുടെ ഗ്യാങ് ആയ പട്ട ഗേൾസിനെ സൂചിപ്പിച്ചുകൊണ്ടും അനുമോൾ കുറിച്ചിട്ടുണ്ട്. അനുമോൾക്ക് പുറകെ തന്നെ നടി സ്നേഹ ശ്രീകുമാറും ആദില നൂറയെ പിന്തുണച്ചുകൊണ്ട് മലബാർ ഫൈസലിനെ വിമർശിച്ചും രംഗത്ത് വന്നിട്ടുണ്ട്. ക്ഷണിക്കാതെ വരേണ്ട ഗതികേട് ആദിലയ്ക്കും നൂറയ്ക്കും ഇല്ല എന്നും ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട് ഈ വൃത്തികേടിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നും സ്നേഹ ശ്രീകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രിയപ്പെട്ട മലബാർ ഫൈസൽ ഖാനോട്, പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല മനുഷ്യത്വം. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാകും, പക്ഷേ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇന്ന് കാണിച്ച വൃത്തികേട്. 2 പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നിയാസം എഴുതി വിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. സ്വന്തമായി ജോലിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്ന ആദിലയ്ക്കും നൂറയ്ക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണമില്ലാതെ കയറി വരേണ്ട ഗതികേടില്ല. അവർക്ക് വ്യക്തമായ തീരുമാനമുള്ളവരാണ്. അല്ലാതെ വിളിക്കുകയും ഷേക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുകയും പിറ്റേ ദിവസം വിളിച്ചില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും കുറെ കഴിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന രീതിയല്ല.
പ്രിയപ്പെട്ട ആദില നൂറ, നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നു. ഞങ്ങളുടെ സ്നേഹഭവനത്തിലേക്ക് അവിടെ ലിഫ്റ്റോ പരിചാരകരോ 150 ടൈപ്പ് ഫുഡോ ഉണ്ടാകില്ല. ഒന്നുറപ്പു തരാം, സ്നേഹം നിറഞ്ഞ കുറച്ച് സമയവും നല്ല ചായയും ഒരിക്കലും നിങ്ങളെ തള്ളിപ്പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം സ്നേഹവും തരാം. ഇത്തവണത്തെ ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു, അകത്തെ കളിയേക്കാൾ വലിയ കളികൾ പുറത്താണ് നടക്കുന്നത്. വി ലവ് ആദില ആൻഡ് നൂറ. ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്ന പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ആരുടെയും PR അല്ല. ഞാൻ പറഞ്ഞത് എന്ത് സാഹചര്യത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു.